Hello students, next we are going to discuss about memory. Memory means it is used to store data. Memory രണ്ട് types ഉണ്ട്, primary memory or main memory and secondary memory. Then primary മെമ്മറിയിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, സെക്കൻഡറി മെമ്മറിയിലും ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. അത് പ്രൈമറി മെമ്മറിയിൽ ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ. ദെൻ സെക്കൻഡറി മെമ്മറിയിൽ പെർമനൻ്റ് ആയിട്ടായിരിക്കും ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഈ പ്രൈമറി മെമ്മറീനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, റാൻഡം ആക്സസ് മെമ്മറി റാം ആൻഡ് റീഡ് ഓൺലി മെമ്മറി റോം. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഡേറ്റാസ് എല്ലാം പ്രൈമറി മെമ്മറിയിൽ റാമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. സോ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ സെക്കൻഡറി മെമ്മറിയിലും അല്ലെങ്കിൽ റോമിലും ആയിരിക്കും. ദെൻ ഫോർ എക്സിക്യൂഷൻ ആ ഡേറ്റേനെ നമ്മൾ റോമിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് റാമിലോട്ട് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ അപ്പോൾ റാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റാനെ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ടെമ്പററി മെമ്മറിയാണ് റാം. ദെൻ റോമിലായിരിക്കും നമ്മുടെ ഡേറ്റാസ്, അതായത് OS പോലുള്ള ഡേറ്റാസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡേറ്റാസ് എല്ലാം നമ്മൾ റോമിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ അതർ ഡേറ്റാസ് എല്ലാം നമ്മൾ സെക്കൻഡറി മെമ്മറി മീൻസ് നമ്മുടെ ഹാർഡ് ഡിസ്കുകളെല്ലാം അതുപോലെ, അതായത് ലോക്കൽ ഡിസ്ക്, CD എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സിസ്റ്റത്തിൽ കാണുന്ന എല്ലാം സെക്കൻഡറി മെമ്മറീസാണ്. ഓക്കെ, ഇപ്പോൾ എനിവേ നമ്മൾ സെക്കൻഡറി മെമ്മറിയിലായിക്കോട്ടെ റോമിലായിരിക്കോട്ടെ ഡേറ്റേനെ ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ട്രാൻസ്ഫർ ദ ഡേറ്റ ഫ്രം റോം ഓർ സെക്കൻഡറി മെമ്മറി ടു റാം. ഓക്കെ, അപ്പോൾ റാമിൽ നമ്മളിപ്പം റോമിൽ മെയിനായിട്ട് സേവ് ചെയ്യുന്ന OS ഡേറ്റയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ആദ്യം നടക്കേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആവണമെങ്കിൽ അത് റോമിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ റോമിൽ നിന്ന് അതിനെ റാമിലോട്ട് കൊണ്ടുവരണം. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ബൂട്ടിംഗ് മീൻസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും മീൻസ് അതിനെ റോമിൽ നിന്ന് റാമിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ റോമിലുള്ള ഡേറ്റാസ് നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി സെക്കൻഡറി മെമ്മറിയിലുള്ള ഡേറ്റയാണ് നമ്മൾ റാമിൽ കൊണ്ടുവരുന്നതെങ്കിൽ അതിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് തിരിച്ച് സേവ് ചെയ്യുമ്പം തിരിച്ച് സെക്കൻഡറി മെമ്മറിയിലോട്ട് തന്നെ സേവ് ചെയ്യാണ്ട് പറ്റും. ബട്ട് റോമിൻ്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്യുക, അതിനെ വർക്ക് ചെയ്യിപ്പിക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ തിരിച്ച് റിട്ടേൺ ബാക്ക് ഇല്ല. ഓക്കെ, അപ്പം മെമ്മറി യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. ദെൻ പ്രൈമറി മെമ്മറി തന്നെ റാം ഉണ്ട്, റോം ഉണ്ട്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി? പ്രൈമറി മെമ്മറിയാണ് മെയിൻ മെമ്മറി. ഇൻഫോർമേഷൻസ് ടെമ്പററി ജസ്റ്റ് ഫോർ എക്സിക്യൂഷന് വേണ്ടി മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ. ദെൻ സെക്കൻഡറി മെമ്മറിയുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് പെർമനൻ്റ്ലി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സെക്കൻഡറി മെമ്മറിയിലുള്ള ഡേറ്റേനെ ഫസ്റ്റ് നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റൂ. So primary memory is the main memory which is to store the data temporarily. Then secondary memory means the external storage devices which is used to store data or information permanently. Then primary memory holds the only those data or instructions which the computer is currently processing. Currently process ചെയ്യുന്ന ഡേറ്റ ആയിരിക്കും പ്രൈമറി മെമ്മറിയിൽ അതിൽ തന്നെ റാമിൽ സേവ് ചെയ്യുന്നത്. Then in secondary memory it is used to store the data which is persistent in nature and here the instructions are transferred to the main memory first, then rerouted to the CPU. ഓക്കെ, അപ്പോൾ പ്രൈമറി മെമ്മറിയിലെ ഉള്ള ഡേറ്റ നമുക്ക് ഡയറക്റ്റ് തന്നെ CPU ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് റോമിലുള്ള ഡേറ്റ നമ്മൾ റാമിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് CPU ഡയറക്റ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് സെക്കൻഡറി മെമ്മറിയിലുള്ള ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് CPU ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അത് റോമിൽ കൊണ്ടുവന്നിട്ട്, അതായത് പ്രൈമറി മെമ്മറി കൊണ്ടുവന്നിട്ട് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രൈമറി മെമ്മറി 2 ടൈപ്സ്, റോം ആൻഡ് റാം. സെക്കൻഡ് സെൻറ്റൻസ് അറിയാതെ വന്നു പോയതാണ്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് മീൻസ് ഹാർഡ് ഡിസ്ക് കൊണ്ട്, ഒപ്റ്റിക്കൽ ഡിസ്ക് കൊണ്ട്, കോമ്പാക്ട് ഡിസ്ക്. ദെൻ ഫാസ്റ്റർ ആയിട്ടുള്ളത് പ്രൈമറി മെമ്മറിയാണ്. ദറ്റ് സെക്കൻഡറി മെമ്മറി സ്ലോവർ ദാൻ പ്രൈമറി മെമ്മറി ബിക്കോസ് സെക്കൻഡറിയിലുള്ള മെമ്മറിയിലുള്ള ഡേറ്റ പ്രൈമറി മെമ്മറി കൊണ്ടുവന്നിട്ട് മാത്രമേ പ്രോസസ്സറിന് ആക്സസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് സ്ലോ എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. RAM means random access memory, ROM means read-only memory. RAM is a volatile memory which could store the data as long as the power is supplied. It's a temporary in nature. But ROM is a non-volatile memory which could retain the data even when the power is turned off. അതായത് നമ്മൾ റോമിലൊരു ഡേറ്റ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്. നമ്മൾ
പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞാലും അതിൽ പ്രോബ്ലം ഒന്നും വരത്തില്ല. അവിടെയുള്ള ഡേറ്റ എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. ബട്ട് റാമിൻ്റെ കേസിൽ അങ്ങനെയല്ല. റാമിൻ്റെ കേസിൽ നമ്മൾ പവർ സപ്ലൈ ചെയ്യുന്ന അത്രയും നേരം മാത്രമേ ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ടെമ്പററി ആയിട്ടായിരിക്കും അതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ റാമിലൊരു ഡേറ്റ വന്നു, നമ്മൾ പെട്ടെന്ന് പവർ ഓഫ് ആയിപ്പോയി, അതിനെ സേവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഡേറ്റിനെ സേവ് ചെയ്യാൻ മീൻസ് സെക്കൻഡറി മെമ്മറി കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഡേറ്റ നമുക്ക് പിന്നെ കിട്ടുള്ളൂ. ദെൻ റാമിലുള്ള ഡേറ്റ ജസ്റ്റ് ഓൺലി റിട്രീവ്ഡ് ആൻഡ് ഓൾട്ടർഡ്. ദെൻ റോമിലുള്ള ഡേറ്റ ക്യാൻ ഓൺലി ബി റീഡ്. റോമിലുള്ള ഡേറ്റ നമുക്ക് ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. റാമിലെ ഡേറ്റ ആണെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം. ഓൾട്ടർ ചെയ്യാൻ മീൻസ് മോഡിഫൈ ചെയ്തിട്ട് അത് അഗൈൻ സ്റ്റോർ ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. ദെൻ നോർമൽ ഓപ്പറേഷൻസിനാണ് നമ്മൾ റോം യൂസ് ചെയ്യുന്നത് മെയിൻലി ബൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ദെൻ റാം ഹൈ സ്പീഡാണ്, ലാർജർ കപ്പാസിറ്റിയാണ്, കോസ്റ്റ്ലിയറാണ്. ദെൻ റോം സ്ലോവറാണ്, സ്മോൾ സൈസാണ്, ബട്ട് ചീപ്പറാണ്. ദെൻ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ ഫസ്റ്റ് വരുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കൽ ഡിസ്ക് CD ഡ്രൈവൊക്കെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സർക്കുലർ ഡിസ്ക് വിച്ച് കണ്ട് പ്ലാറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഓവർ എ സെൻട്രൽ പാർട്ട് കോൾഡ് സ്പിൻഡിൽ. ഇത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തൊരു ഡിസ്ക് ബട്ട് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. സ്റ്റോറേജ് കപ്പാസിറ്റി 1 GB to 80 GB. ദെൻ കോമ്പാക്ട് ഡിസ്ക് ഓഫ് CD-യുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 to 700 MB ആയിരിക്കും. ദെൻ DVD ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലാർജർ ദാൻ CD, ദാറ്റ് മീൻസ് ഗിഗാബൈറ്റ്സ് ഓഫ് ഡേറ്റ. നെക്സ്റ്റ് പെൻഡ്രൈവ് ഈസ് ഓൾസോ യൂസ്ഡ് ടു സ്റ്റോർ ദ ഡേറ്റ ബട്ട് സ്മോളർ ഇൻ സൈസ്. ഇറ്റ് ഇസ് പോർട്ടബിൾ. ദെൻ വാട്ട് ആർ ദ ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്? മെയിൻ ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് നമ്പേഴ്സും ആൽഫബറ്റ്സ് ദാറ്റ് മീൻസ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ മൗസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിൻറ്റിംഗ് ഡിവൈസ്. മൗസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് സ്ക്രീനിൽ കേഴ്സർ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ സം കമാൻഡ്സ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മൗസിനകത്ത് നമുക്ക് മൗസ് ബട്ടൺസ് യൂസ് ചെയ്യാം. ദെൻ ടച്ച് പാഡ്. ലാപ്ടോപ്പിലുള്ള ടച്ച് പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നതും മൗസിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മൗസിന് ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സ്കാനർ യൂസ് ചെയ്യുന്ന നമുക്ക് എന്ത് ഡോക്യുമെൻറ്റ് വേണമെങ്കിലും, അതായത് ഹാർഡ് കോപ്പി ആയിട്ടുള്ള എന്ത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും നമുക്കത് കമ്പ്യൂട്ടറിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനർ യൂസ് ചെയ്യാം. സോ ദ സ്കാനർ ഇറ്റ്സ് എൻ ഇൻപുട്ട് ഡിവൈസ് വിച്ച് അലോസ് ദ യൂസർ ടു സ്കാൻ എനി ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്. ദെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഡിജിറ്റൽ ഫോർമാറ്റ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓർ വ്യൂവബിൾ ത്രൂ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഓക്കെ. ദെൻ മൈക്രോഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് സൗണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഔട്ട്പുട്ട് ഡിവൈസിലെ മെയിൻ ഡിവൈസാണ് പ്രിൻറ്റർ. ഇറ്റ് ഷുഡ് പ്രിൻറ്റ് എനി ടൈപ്പ് ഓഫ് ഡേറ്റ. എന്ത് ഡോക്യുമെൻറ്റ് വേണമെങ്കിലും അതിനകത്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റേഴ്സ് എക്സിസ്റ്റിംഗ് ആണ്. ദെൻ പ്രൊജക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഹാർഡ്വെയർ ഡിവൈസസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ യൂസിങ് 2 types ഓഫ് കേബിൾസ്, HDMI ഓർ VGA കേബിൾസ്. അപ്പോൾ ഈ ഒരു 2 കേബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രൊജക്ടർ എന്ന് പറയുന്ന ഹാർഡ്വെയർ ഡിവൈസസ് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് എവർ വി ഡിസ്പ്ലേ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓൺ എ ലാർജ് സ്ക്രീൻ. അതായത് ഒന്നുകിൽ വാളിലോ അല്ലെങ്കിൽ പ്രൊജക്ടർ സ്ക്രീനിലോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്ലോട്ടർ ഈസ് അനദർ ടൈപ്പ് ഓഫ് എ പ്രിൻറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിൻറ്റ് എ ബിഗ് സൈസ് ഡോക്യുമെൻറ്റ്സ്. അതായത് നമുക്ക് പ്രിൻറ്റർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ A4 സൈസ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. പ്ലോട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബിഗ് സൈസ് പ്രിൻറ്റ്സൊക്കെ ഔട്ട്പുട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മോണിറ്റർ മീൻസ് വിതൗട്ട് മോണിറ്റർ ദ കമ്പ്യൂട്ടർ കനോട്ട് ഡു എനിത്തിങ്. കമ്പ്യൂട്ടറിന് ഡിസ്പ്ലേ എല്ലാം പെർഫോം ചെയ്യും. കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ എല്ലാം നമ്മൾ മോണിറ്റർ വഴിയായിരിക്കും വ്യൂ ചെയ്യുന്നത്. Then speakers means it's an output devices used to provide sound. Okay, thank you.